നമസ്കാരം. നിങ്ങൾക്ക് പരീക്ഷയാണോ പേടി? അല്ലെങ്കിൽ പരാജയത്തെയാണോ? എക്സാം ഹാളിൽ പോകുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആവുന്നുണ്ടോ? എക്സാം ഹാളിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പഠിച്ചതായിരുന്നിട്ട് പോലും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റാതെ പോകാറുണ്ടോ? റിക്കളക്ട് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. വരും ദിവസങ്ങളിൽ സയൻസും മാത്സും പോലുള്ള വിഷയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതിൻ്റെ പലതരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ചാനലിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. പണ്ട് മുതലേ ടീച്ചർമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എല്ലാം പഠിച്ചവനും ഒന്നും പഠിക്കാത്തവനും പരീക്ഷയെ ഭയമില്ല. കുറച്ച് പഠിക്കുന്നവർക്കാണ് ഈ ഭയം വരിക എന്ന് പറയാറ്. പക്ഷേ ഇപ്പോൾ അവസ്ഥ അങ്ങനെയല്ല. സിലബസ് മാറിയിട്ടുണ്ട്. ഒരുപാട് ടീച്ചർമാർക്ക് അത് എങ്ങനെ എടുക്കണമെന്ന് മനസ്സിലായിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ പല കുട്ടികൾക്കും അത് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായിട്ടുള്ള, എങ്ങനെ എക്സാമിനെ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഇത് ചിന്തിക്കുക, 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ LKG UKG പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും ഫുൾ കിട്ടിയിട്ടുണ്ടാവും. മുകളിലെ ക്ലാസ്സിലേക്ക് വരും തോറുമാണ് നിങ്ങളുടെ മാർക്കിൻ്റെ ശതമാനം കുറഞ്ഞു വരാൻ മിക്കവർക്കും അങ്ങനെയാണ് സംഭവിക്കാറ് സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ പേടിയാണ്. ഈ പേടി എങ്ങനെ നമുക്ക് കളയാൻ സാധിക്കും? ഒന്നുമില്ല, ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ചെറിയൊരു കാര്യം പറയാം. അതായത് രണ്ട് ഇഷ്ടിക കഷ്ണം നമ്മൾ വെക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പലക വെക്കുന്നു, അതിൻ്റെ മുകളിൽ കൂടി നിങ്ങളോട് നടക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കൂടി നിങ്ങളോട് നടക്കാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം നടന്ന് അപ്പുറത്തേക്ക് പോകും, അല്ലേ? പക്ഷേ ഈ സെയിം പലക തന്നെ നമ്മൾ ഒരുപാട് ഉയരമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങളോട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നടക്കാൻ പേടി വരും. കാരണം താഴത്ത് എന്താണ് ചെയ്തത് അത് തന്നെയാണ് നിങ്ങൾ അത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് എക്സാമും. 10-ാം ക്ലാസ്സിലെ എക്സാം എന്ന് പറയുന്നത്, +2 എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ച എക്സാം എഴുതി ജയിച്ചു വന്ന പോലെ തന്നെയാണ് 10-ാം ക്ലാസ്സിലെ എക്സാമും. പക്ഷേ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട് ഈ എക്സാമിനെ. കാരണം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ 10-ാം ക്ലാസ്സിലെയും +2ലെയും ഒക്കെ എക്സാം തന്നെയാണ്. നിങ്ങൾ എന്ത് പഠിക്കണം, ഭാവിയിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു 10-ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ മാർക്ക് തന്നെയാണ്. അപ്പോൾ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കാൻ രക്ഷപ്പെടില്ല, പഠിക്കണം. ഇനി എക്സാം ഫിയർ വരുമ്പോൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങൾ എക്സാമിൻ്റെ ഭയത്തോട് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പോകരുത്. അത് ആക്സെപ്റ്റ് ചെയ്യുക. എക്സാം വരുന്നു, ഞാൻ എഴുതണം എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പറേഷനും പെർഫെക്ഷനും. ആർക്കും തന്നെ 100% പഠിച്ച് തീർത്തിട്ട് എക്സാം എഴുതിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പെർഫെക്റ്റായിട്ടും എല്ലാം പഠിച്ചു തീർത്ത് എക്സാം എഴുതാം എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം മാർച്ച് 5-ാം തീയതി എക്സാം വരികയാണ്, വളരെ അടുത്ത് വെക്കുക. പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ മാത്രം, വരുമെന്ന് ഉറപ്പുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിക്കുക. പ്രീവിയസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്കുമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45-10 എന്ന് പറഞ്ഞ റൂളാണ്. അതായത് 45 മിനിറ്റ്സ് പഠിക്കുക, 10 മിനിറ്റ്സ് നിങ്ങൾ മ്യൂസിക് കേൾക്കുകയോ ജസ്റ്റ് ഉറങ്ങിക്കളയരുത്, ജസ്റ്റ് ഒന്ന് കിടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്നു, നിങ്ങൾ മാക്സിമം നന്നായിട്ട് എക്സാം എഴുതുന്നു, നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരുന്നു, നിങ്ങൾ നല്ല വിജയം കരസ്ഥമാക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഇമാജിനേഷൻസ് കൊടുക്കുക. നമ്മുടെ മൈൻഡിലേക്ക്, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല മാർക്ക് കൂടി തന്നെ പാസ്സാവും, ഉറപ്പാണ് ഈ കാര്യം. ഇന്നോട്ട് ചെയ്യുക നിങ്ങൾ ഉറങ്ങുമ്പോഴും. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, എത്ര പെർഫെക്ഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് എക്സാം. അത്രേ ഉള്ളൂ. അവസാനത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ രീതിക്ക് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, നിങ്ങൾ ജയിക്കും, നല്ല സ്കോർ ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക, ചാപ്റ്ററുകൾ മനസ്സിലാക്കുക, എങ്ങനെ ചെയ്യേണ്ട രീതികളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതുക. ഇനി ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും.
എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീണ്ടും കാണാം. ബൈ.